Assalamualaikum. Good morning to all. Welcome to the Max class. We can start our class with dua for knowledge. Rabbi Yasir, Wala Tuasir, Watamim Bil Khair, Wabiki Nasta'inu, Ya Fattahu, Rabbi Sudane Alma. Rabbi Sudane Alma, Rabbi Sudane Alma. So today we are going to learn the positive and negative rational numbers. Positive and negative rational numbers. So what is positive numbers? Positive numbers endana 1, 2, 3, 4, etc. അല്ലേ അങ്ങനത്തെയുള്ള നമ്പേഴ്സാണ് പോസിറ്റീവ് നമ്പേഴ്സ്. വാട്ട് ഈസ് നെഗറ്റീവ് നമ്പേഴ്സ്? -1, -2, -3. ഓക്കെ, ഇങ്ങനെയുള്ള നമ്പേഴ്സാണ് എന്തെന്ന് പറയുന്നത്? നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ in this class we will discuss about positive and negative rational numbers. Positive negative ആയിട്ടുള്ള rational numbers ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Okay, so rational numbers both the numerator and the denominator of the number are positive integers. Positive rational number എന്ന് പറയുന്നത് പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് എന്താണ്? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്തൊരു നമ്പേഴ്സ് ആയിരിക്കും? പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആയിരിക്കും. അങ്ങനെയുള്ള നമ്പേഴ്സാണ് എന്ത്? പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ദെൻ 2/3. ഓക്കെ, സോ 2/3 is 2 and 3 are the positive numbers. ഓക്കെ, അങ്ങനെയുള്ള നമ്പേഴ്സാണ്. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്ത് വരണം? പോസിറ്റീവ് ആയിട്ടുള്ള ഇൻറ്റിജേഴ്സ് വന്നു കഴിഞ്ഞാൽ മാത്രം നമുക്ക് ആ നമ്പറിനെ എന്ത് പറയാം? പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. ഓക്കെ, സോ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്ത് വരണം? പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ്. സോ നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ് മീൻസ് എന്താണ്? ന്യൂമറേറ്റർ എന്തായിരിക്കണം? നെഗറ്റീവ് നമ്പർ ആയിരിക്കണം. ഡിനോമിനേറ്റർ എന്തായിരിക്കണം? പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. വൺസ് അഗെയിൻ, ന്യൂമറേറ്റർ ഇസ് എ നെഗറ്റീവ് ഇൻറ്റിജർ ആൻഡ് ഡിനോമിനേറ്റർ ഈസ് ദ പോസിറ്റീവ് ഇൻറ്റിജർ. അങ്ങനെയുള്ള എന്താണ് നമ്പേഴ്സാണ് എന്തെന്ന് പറയുന്നത്? അങ്ങനെയുള്ള റാഷണൽ നമ്പേഴ്സാണ് നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ, -2/5. സോ ഇതെന്ന് പറയുന്നത് നെഗറ്റീവ് റാഷണൽ നമ്പറാണ്. എന്തുകൊണ്ടാണ് ഇതിനെ നെഗറ്റീവ് റാഷണൽ നമ്പർ എന്ന് പറഞ്ഞത്? ഇവിടുത്തെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. ഓക്കെ, ഡിനോമിനേറ്റർ എന്തായിരിക്കണം? പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. ആൻഡ് ന്യൂമറേറ്റർ എന്തായിരിക്കണം? നെഗറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. ഓക്കെ, സോ 2/-5 എന്ന് പറഞ്ഞാൽ ഇതെന്താണ്? ഇത് നെഗറ്റീവ് റാഷണൽ നമ്പർ അല്ല. കാരണം എന്താണ്? ഇവിടുത്തെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് നെഗറ്റീവ് ഇൻറ്റിജർ ആണ്. സോ നെഗറ്റീവ് റാഷണൽ നമ്പർ എന്ന് പറയുന്നത് ന്യൂമറേറ്റർ നെഗറ്റീവ് ഇൻറ്റിജറും ഡിനോമിനേറ്റർ പോസിറ്റീവ് ഇൻറ്റിജറുമായിട്ടുള്ള റാഷണൽ നമ്പേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, is -2/-5 is -2/-5 a നെഗറ്റീവ് റാഷണൽ നമ്പർ? എന്താണ് ക്വസ്റ്റ്യൻ? -2/-5 എന്ന് പറയുന്ന റാഷണൽ നമ്പർ നെഗറ്റീവ് റാഷണൽ നമ്പർ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആണോ? അല്ല. കാരണം എന്താണ്? നമ്മൾ റാഷണൽ നമ്പേഴ്സിൽ, നമ്മൾ നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സിൽ നമ്മൾ എന്താണ് പറയുന്നത്? ന്യൂമറേറ്റർ മാത്രമേ എന്താകാവൂ? നെഗറ്റീവ് നമ്പർ ആവൂ. ഡിനോമിനേറ്റർ എന്തായിരിക്കണം? പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. Okay, so -2/-5 we can write 2/5.
-2/-5 നമുക്ക് എങ്ങനെ എഴുതാം? 2/5 എന്ന് എഴുതാം. കാരണം എന്താ? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതെന്താവും? പോസിറ്റീവ് ആവും. ഓക്കെ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ നമ്പർ എന്താവും? പോസിറ്റീവ് ആവും. കാരണം ന്യൂമറേറ്റർ ഈ നെഗറ്റീവിടെ ക്യാൻസൽ ചെയ്യാം. സോ വി ഗെറ്റ് 2/5. ഫോർ എക്സാമ്പിൾ -3/-10. സോ വി ക്യാൻ റൈറ്റ് 3/10. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, ഈ നെഗറ്റീവും ഈ നെഗറ്റീവും നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ വി ഗെറ്റ് 3/10. ഓക്കെ, സോ -2/-5 is not a negative rational number, is a positive rational number. Okay, -2/-5 we can write 2/5. So -2/-5 is not a negative rational number. It is a positive rational number. Okay, so what is positive rational number and what is negative rational number? Positive rational number എന്താണ്? Numerator and denominator both numerator and denominator are positive integers. Okay, so number are positive integers. Then the negative rational number means the numerator is a negative number or negative integer and the denominator is a positive integer. അങ്ങനെയുള്ള റാഷണൽ നമ്പേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് നമ്മുടെ ടെക്സ്റ്റ് എക്സസൈസിലുള്ള പ്രോബ്ലം ആണ്. റൈറ്റ് 4 rational numbers in each of the following patterns. തന്നിരിക്കുന്ന പാറ്റേൺസിലെ നെക്സ്റ്റ് 4 rational numbers ഫൈൻഡ് ചെയ്യുക. Okay, first question, -3/5, -6/10, -9/15, -12/20. So next rational number ഏതാണെന്ന് ഫൈൻഡ് ചെയ്യുന്നത്. സോ സീ ദ ഡിനോമിനേറ്ററിൻ്റെ പ്രത്യേകത എന്താണ്? 5, 10, 15, 20. ഓക്കെ, സോ ഇത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. അതുപോലെ തന്നെ 5ൻ്റെ ടേബിൾ ആണ് അല്ലേ? 5 വെച്ച് ഇൻക്രീസ് ചെയ്ത് പോയിരിക്കുന്നതാണ് അതിൻ്റെ ഡിനോമിനേറ്റർ. 5, 10, 15, 20. നെക്സ്റ്റ് ഡിനോമിനേറ്റർ ഏതായിരിക്കും? 25. നെക്സ്റ്റ് ഡിനോമിനേറ്റർ ഈസ് 25. ഇനി ന്യൂമറേറ്റർ നോക്കിക്കേ, -3, -6, -9, -12. ഓക്കെ, സോ നെക്സ്റ്റ് ന്യൂമറേറ്റർ ഏതായിരിക്കും? -15. ഓക്കെ, ഈ നെഗറ്റീവ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ 3, 6, 9, 12 എന്തിൻ്റെ ടേബിളാണ്? 3ൻ്റെ ടേബിളാണ്. ഓക്കെ, സോ 3, 6, 9, 12. നെക്സ്റ്റ് നമ്പർ 15 ആയിരിക്കും. സോ എല്ലാത്തിൻ്റെ കൂടെ മൈനസ് ഉണ്ട്. സോ -15. ഓക്കെ, ദ നെക്സ്റ്റ് നമ്പർ ഏതായിരിക്കും? 25 കഴിഞ്ഞ് നെക്സ്റ്റ് ഡിനോമിനേറ്റർ 30. ഓക്കെ, ദെൻ ന്യൂമറേറ്ററിൽ -15 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്ന ഏതായിരിക്കും? -18. ഓക്കെ, ദെൻ നെക്സ്റ്റ് റാഷണൽ നമ്പർ ഈസ് 20 കഴിഞ്ഞു, 25, 30. നെക്സ്റ്റ് ഫ്രാക്ഷൻ ഏതായിരിക്കും? ഡിനോമിനേറ്റർ 35. ഓക്കെ, സോ ന്യൂമറേറ്റർ -12 ഉണ്ട്, -15, -18. നെക്സ്റ്റ് ന്യൂമറേറ്റർ ഏതായിരിക്കും? -21. ആൻഡ് ലാസ്റ്റ് 35 കഴിഞ്ഞ് നെക്സ്റ്റ് 40 ആൻഡ് -21. ന്യൂമറേറ്റർ കഴിഞ്ഞ് നെക്സ്റ്റ് ഏതായിരിക്കും വരുന്നത്? -24.
Okay, so minus 3 by 5, minus 6 by 10, minus 9 by 15, minus 12 by 20. നെക്സ്റ്റ് റാഷണൽ നമ്പേഴ്സ് ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ അതിൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ള പ്രത്യേകതകൾ നോക്കുക. 5, 10, 15, 20. സോ ഡിനോമിനേറ്റർ ഇറ്റ് ബിക്കം 5 multiples of 5. Okay, 25, 30, 35, 40. Okay, then numerators നോക്കുക. minus 3, minus 6, minus 9, minus 12. നെക്സ്റ്റ് minus 15 ആയിരിക്കും, minus 18, minus 21, minus 24. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുക, വേറെ നമ്മൾ തിങ്ക് ചെയ്യേണ്ട. ന്യൂമറേറ്റേഴ്സും ഡിനോമിനേറ്റേഴ്സും തമ്മിലുള്ള എന്താണ് ആ റിലേഷൻ നോക്കിയിട്ട് നമ്മൾ നെക്സ്റ്റ് റാഷണൽ നമ്പേഴ്സ് നമുക്ക് എഴുതാം. ഓക്കെ, സോ ഇതുപോലെ നെക്സ്റ്റ് വൺ നോക്കാം. So see the next question. Minus 1 by 4, minus 2 by 8, minus 3 by 12. So okay, ഇനി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്പേഴ്സിൻ്റെ എന്താണ് റിലേഷൻ നോക്കുക. 4, 8, 12. ഇപ്പം നെക്സ്റ്റ് എന്തായിരിക്കും, 4ൻ്റെ ടേബിളാണ് ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്പർ ഈസ് 16. സോ 16 ആയി ഡിനോമിനേറ്റർ. ഇനി ന്യൂമറേറ്റർ നോക്കിയേ. minus 1, minus 2, minus 3. നെക്സ്റ്റ് ഏതായിരിക്കും, minus 4. ഓക്കെ, സോ നെക്സ്റ്റ് 4, 8, 12, 16 ആയി. നെക്സ്റ്റ് റാഷണൽ നമ്പർ ഡിനോമിനേറ്റർ ഏതായിരിക്കും, 20 ആയിരിക്കും. ഓക്കെ, സോ 20 ആണ് ന്യൂമറേറ്ററിൽ, -5. നെക്സ്റ്റ് 25 ന്യൂമറേറ്ററിൽ -6. ആൻഡ് ലാസ്റ്റ് 30. സോ 5 അല്ല 24 ആണ്. ഓക്കെ, സോ 16, 20, 24. നെക്സ്റ്റ് 28 ന്യൂമറേറ്ററിൽ -7. Okay, so the rational numbers become minus 1 by 4, minus 2 by 8, minus 3 by 12, minus 4 by 16. എങ്ങനെ വന്നത്, ന്യൂമറേറ്റേഴ്സ് നോക്കിയാൽ മതി, ഡിനോമിനേറ്റേഴ്സും നോക്കിയാൽ മതി. ഓക്കെ, minus 4 by 16, minus 5 by 20, minus 6 by 24, and minus 7 by 28. ഓക്കെ, സോ നമ്മൾ ന്യൂമറേറ്റേഴ്സ് തമ്മിലുള്ള എന്താണ് റിലേഷൻ നോക്കുക, ഡിനോമിനേറ്റേഴ്സ് തമ്മിലുള്ള റിലേഷൻ നോക്കുക. എന്നിട്ട് നമ്മൾ ആ ഫ്രാക്ഷൻസ് റാഷണൽ നമ്പേഴ്സ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ എഴുതാം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് വൺ. Rational numbers in standard form. So what is standard form? എന്താണ് സ്റ്റാൻഡേർഡ് ഫോം? നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ള നമ്പേഴ്സിനെ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഫോം ആയിരിക്കും ഇല്ലേ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. പിന്നെ അതിനെ നമുക്ക് ഒരു നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ റാഷണൽ നമ്പേഴ്സ് ഇൻ സ്റ്റാൻഡേർഡ് ഫോം ആണ്. ഓക്കെ, റാഷണൽ നമ്പേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ആണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. സോ ഇൻ ദിസ് കേസ് ദ ഡിനോമിനേറ്റേഴ്സ് ഓഫ് ദീസ് റാഷണൽ നമ്പേഴ്സ് ആർ പോസിറ്റീവ് integers and 1 is the only common factor between the numerator and the denominator. Further, the negative sign occurs only in the numerator. Such rational numbers are said to be in the standard form. So എന്താണ് പറഞ്ഞത്, ഒരു റാഷണൽ നമ്പേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ഫൈൻഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ത് ചെയ്യാം, അതിൻ്റെ ഡിനോമിനേറ്റർ എന്തായിരിക്കണം, പോസിറ്റീവ് നമ്പർ ആയിരിക്കണം. ഡിനോമിനേറ്റർ പോസിറ്റീവ് നമ്പർ ആയിരിക്കണം. അതുപോലെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലുള്ള കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആയിരിക്കണം. അതായത് പിന്നെ വേറൊരു നമ്പർ കൊണ്ടും അതിൻ്റെ ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റരുത്. ഓക്കെ, സോ the one is the only common factor between numerator and the denominator. Then further, the negative signs occurs only in
ന്യൂമറേറ്റർ. നെഗറ്റീവ് നമ്പർ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ന്യൂമറേറ്ററിൽ വരാൻ പാടുള്ളൂ. ഡിനോമിനേറ്റർ എന്തൊരു നമ്പർ ആയിരിക്കണം, പോസിറ്റീവ് നമ്പർ ആയിരിക്കണം. ഇങ്ങനെയുള്ളതാണ് എന്തെന്ന് പറയുന്നത്, റാഷണൽ നമ്പേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. സോ 3/5. Okay, 3/5 is the standard form of rational numbers. Okay, so 3/-5. സോ ഇതെന്ന് പറയുന്നത് എന്താണ്, ഇതൊരു സ്റ്റാൻഡേർഡ് ഫോം അല്ല. കാരണം എന്താണ്, ഈ -5 എന്ന് പറയുന്നത് എന്തരാണ്, നെഗറ്റീവ് ഇൻറ്റിജർ ആണ് അല്ലേ. സോ നമുക്ക് ന്യൂമറേറ്ററിൽ നെഗറ്റീവേ വരാവൂ, ഡിനോമിനേറ്ററിൽ എന്തായിരിക്കണം വരണം, പോസിറ്റീവ് നമ്പർ ആയിരിക്കണം വരേണ്ടത്. ഓക്കെ, ഇനി നെഗറ്റീവ് നമ്പർ ഉണ്ടെങ്കിൽ അത് എവിടെ വരാവൂ, ന്യൂമറേറ്ററിൽ. ഓക്കെ, സോ ഇതെന്ത് ചെയ്യാം, -3/5. ഇതെന്തൊരു സ്റ്റാൻഡേർഡ് ഫോമാണ്, ഒരു റാഷണൽ നമ്പറിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമാണ് -3/5. സോ ഇവിടെ നെഗറ്റീവ് വന്നിരിക്കുന്ന എവിടെയാണ്, ന്യൂമറേറ്ററിൽ. പോസിറ്റീവ് എവിടെ തന്നെ വരണം, ഡിനോമിനേറ്ററിൽ എപ്പോഴും എന്തായിരിക്കണം, പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. സോ ഈ 3ൻ്റെയും 5ൻ്റെയും കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, 1 ആയിരിക്കണം. 1 is the only common factor between numerator and the denominator. ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കണം. ഓക്കെ, സോ ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം നമ്മൾ ഫൈൻഡ് ചെയ്യാനുള്ള കണ്ടീഷൻ. സോ എന്തൊക്കെയായിരുന്നു, ന്യൂമറേറ്ററിൽ റാഷണൽ നമ്പേഴ്സിൽ ന്യൂമറേറ്ററും കാണും ഡിനോമിനേറ്ററും കാണും. സോ അതിൻ്റെ ഡിനോമിനേറ്റർ ഓൾവേസ് പോസിറ്റീവ് ഇൻറ്റിജർ, ഡിനോമിനേറ്റർ എപ്പോഴും എന്തായിരിക്കണം, പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. സോ അതുപോലെ തന്നെ ന്യൂമറേറ്ററിൻ്റെയും 1 ഈസ് ദ ഓൺലി കോമൺ ഫാക്ടർ ബിറ്റ്വീൻ ന്യൂമറേറ്റർ ആൻഡ് ദ ഡിനോമിനേറ്റർ. 1 ആയിരിക്കണം എന്തിൻ്റെ, ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും എന്താണ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കണം. ദെൻ ഇനി നെഗറ്റീവ് നമ്പർ ഉണ്ടെങ്കിൽ, നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ അത് ഓൾവേസ് ഒക്കേഴ്സ് ഇൻ ദി ന്യൂമറേറ്റർ. ഓക്കെ, നെഗറ്റീവ് നമ്പർ എപ്പോഴും, നെഗറ്റീവ് സൈൻ എപ്പോഴും ഒക്കർ ചെയ്തെടുക്കേണ്ടത് എവിടെയാണ്, ന്യൂമറേറ്ററിൽ. ഇങ്ങനെയുള്ളതാണ് എന്തെന്ന് പറയുന്നത്, റാഷണൽ നമ്പേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. സോ ഓക്കെ, സോ നമുക്ക് റാഷണൽ നമ്പേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ഫൈൻഡ് ചെയ്യാം. First one, -3/-15. So reduce to standard form. Okay. reduce to standard form. ഈ തന്നിരിക്കുന്ന റാഷണൽ നമ്പേഴ്സിനെ എന്ത് ചെയ്യണം, ഈ തന്നിരിക്കുന്ന റാഷണൽ നമ്പറിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് എന്തൊക്കെയാണ് നമ്മുടെ കണ്ടീഷൻ, -3/-5. സോ -3/-15 ആണ്. ഓക്കെ, -3/-15. ഓക്കെ, സോ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, 1 is the only common factor between numerator and denominator. ഈ ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആയിരിക്കണം. സോ കോമൺ ഫാക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് HCF ആണ്. അതായത് തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ, റാഷണൽ നമ്പേഴ്സിൻ്റെ ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും HCF ഫസ്റ്റ് ഫൈൻഡ് ചെയ്യുക. ഓക്കെ, HCF നമ്മൾ ഫസ്റ്റ് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ 3ൻ്റെയും 15ൻ്റെയും HCF നമ്മൾ ഫൈൻഡ് ചെയ്യണം. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്, സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഓൾവേസ് ഡിനോമിനേറ്റർ ഇസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. എപ്പോഴും എന്തായിരിക്കണം, പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം എവിടെ വരേണ്ടത്, ഡിനോമിനേറ്ററിൽ വരേണ്ടത്. സോ ഇവിടെ -15 ആണ്. സോ നമ്മൾ ആൻസർ എഴുതുമ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് വരാൻ. സോ അതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, തന്നിരിക്കുന്ന HCFനെ, നമുക്ക് കിട്ടുന്ന HCFനെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്താക്കണം, ഡിനോമിനേറ്റർ പോസിറ്റീവ് ആകാത്ത രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സോ നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, സോ നോക്കിക്കോ, ഇനി 3ൻ്റെയും 5ൻ്റെയും 15ൻ്റെയും നമുക്ക് HCF ഫസ്റ്റ് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, 3ൻ്റെയും 15ൻ്റെയും HCF എന്ന് പറയുന്നത് എത്രയാണ്, HCF ഫൈൻഡ് ചെയ്യാൻ അറിയാമോ, അറിയാം. 3ൻ്റെയും 15ൻ്റെയും HCF നമുക്ക് ഫൈൻഡ് ചെയ്യാം. സോ HCF is 3. ഓക്കെ, HCF എത്ര കിട്ടി, 3 ആണ് കിട്ടിയത്. ഈ 3 കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യാം. സോ നമുക്ക് എളുപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, തന്നിരിക്കുന്ന
റാഷണൽ നമ്പേഴ്സിൻ്റെ ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും HCF നമ്മൾ ഫൈൻഡ് ചെയ്തിട്ട് അത് കൊണ്ടിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്യാം. സോ HCF ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പം -15 ഡിവൈഡ് ബൈ 3 എത്ര കിട്ടും? -15 ഡിവൈഡ് ബൈ 3. സോ -5 ആണ് ആൻസർ വരുന്നത്. സോ ഡിനോമിനേറ്ററിൽ എന്താണ് വരുന്നത്? -5 ആണ്. സോ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കണം? പോസിറ്റീവ് നമ്പർ ആയിരിക്കണം ഡിനോമിനേറ്ററിൽ വരേണ്ടത്. പോസിറ്റീവ് നമ്പർ ആയിരിക്കണം ഡിനോമിനേറ്ററിൽ വരേണ്ടത്. സോ അതുകൊണ്ട് തന്നിരിക്കുന്ന ഈ റാഷണൽ നമ്പേഴ്സിൻ്റെ ഡിനോമിനേറ്റർ നെഗറ്റീവ് നമ്പർ ആണെന്നെങ്കിൽ നെഗറ്റീവ് HCF കൊണ്ട് മേളിലും താഴെയും നമ്മൾ ഡിവൈഡ് ചെയ്യണം. സോ -3 കൊണ്ട് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. സോ -3 ബൈ -3 എത്ര കിട്ടും? -3 ബൈ -3. സോ ഇത് രണ്ടുകൂടെ ക്യാൻസൽ ആകുമ്പോൾ എത്ര കിട്ടും? 1 ബൈ നെക്സ്റ്റ് -15 ബൈ -3. -15നെ -3 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 പ്ലസ് പോസിറ്റീവ് നമ്പർ 5. So the standard form of -3 by -15 is 1 by 5. Listen carefully. സോ നമുക്ക് ആദ്യം സ്റ്റാൻഡേർഡ് ഫോം എന്താണെന്ന് അറിയണം. സ്റ്റാൻഡേർഡ് ഫോമിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് അറിയണം. സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ എപ്പോഴും പോസിറ്റീവ് നമ്പർ ആയിരിക്കണം. സ്റ്റാൻഡേർഡ് ഫോമിൻ്റെ ഡിനോമിനേറ്റർ എപ്പോഴും എന്തായിരിക്കണം? പോസിറ്റീവ് നമ്പർ ആയിരിക്കണം. ഫസ്റ്റ് കണ്ടീഷൻ. നെക്സ്റ്റ് 1 ഈസ് ദ ഓൺലി ഫാക്ടർ ബിറ്റ്വീൻ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. തന്നിരിക്കുന്ന ലാസ്റ്റ് സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഫോം ആയിരിക്കണം. ഈ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഒരു നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റരുത്. ഓക്കെ, അത്രയ്ക്ക് ലോവസ്റ്റ് ആയിട്ടുള്ള ഫോം ആയിരിക്കും സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. ആകെയുള്ള കണ്ടീഷൻ എന്താണ്? ഇതിൻ്റെ ഡിനോമിനേറ്റർ എപ്പോഴും എന്തായിരിക്കണം? പോസിറ്റീവ് നമ്പർ ആയിരിക്കണം. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ -3 ബൈ -15 ആണ്. സോ ഫസ്റ്റ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് ഈ 3ൻ്റെയും 15ൻ്റെയും HCF ഫൈൻഡ് ചെയ്യുക. സോ HCF എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഫാക്ടറാണ്. കോമൺ ഫാക്ടറാണ്. രണ്ടിനകത്തുള്ള ഹയസ്റ്റ് ആയിട്ടുള്ള കോമൺ ഫാക്ടറാണ് എന്തെന്ന് പറയുന്നത്? HCF എന്ന് പറയുന്നത്. സോ 3ൻ്റെയും 15ൻ്റെയും HCF ഫൈൻഡ് ചെയ്തപ്പോൾ നമുക്ക് 3 കിട്ടി. സോ നമ്മുടെ കണ്ടീഷൻ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് ഡിനോമിനേറ്റർ എന്തായിരിക്കണം? പോസിറ്റീവ് നമ്പർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ തരുന്നത് നെഗറ്റീവ് ഡിനോമിനേറ്റർ ആണ് ക്വസ്റ്റ്യനിൽ ഉള്ളതെങ്കിൽ, നെഗറ്റീവ് നമ്പറാണ് ക്വസ്റ്റ്യനകത്ത് ഉള്ളതെങ്കിൽ നമ്മൾ നെഗറ്റീവ് HCF കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്യണം. HCF 3 ആണ്. സോ നെഗറ്റീവ് HCF എന്ന് പറയുന്നത് എന്താണ്? -3. നെഗറ്റീവ് HCF എന്ന് പറയുന്നത് -3 ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിലെ നെഗറ്റീവ് HCF എന്ന് പറയുന്നത് -3 ആണ്. സോ -3 കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഡിവൈഡ് ചെയ്യാം. സോ വി ഗെറ്റ് 1 by 5. സോ നമ്മളുടെ ഫോം നോക്കിക്കേ. 5 എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പറാണ്. 1ൻ്റെയും 5ൻ്റെയും കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 1 തന്നെ ആയിരിക്കും. സോ ഇതെന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഫോമാണ്. സോ ഇത് സ്റ്റാൻഡേർഡ് ഫോം ഈസ് 1 by 5. Is it clear? So next one. -12 by 18. So -12 by 18. ഓക്കെ, സോ -12 by 18ൻ്റെ എന്ത് ഫൈൻഡ് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഫോം ഫൈൻഡ് ചെയ്യണം. സോ ഇവിടെ നോക്കിക്കേ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഡിനോമിനേറ്ററുടെ പോസിറ്റീവ് നമ്പറാണ്. സോ എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഈ തന്നിരിക്കുന്ന നമ്പർ കൊണ്ട്, നമ്പേഴ്സിൻ്റെ HCF കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. പകരം ഈ തന്നിരിക്കുന്ന റാഷണൽ നമ്പേഴ്സിൽ ഡിനോമിനേറ്റർ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും -HCF കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, സോ -12 by 18. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? 12ൻ്റെയും 18ൻ്റെയും HCF ഫൈൻഡ് ചെയ്യുക. 12ൻ്റെയും 18ൻ്റെയും HCF ഫൈൻഡ് ചെയ്യുക. സോ HCF എത്ര കിട്ടി? 6 ആണ് നമുക്ക് HCF കിട്ടുന്നത്. HCF എത്രയാണ്? 6. സോ ഈ 6 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ ഡിവൈഡ് ചെയ്യുക.
Okay, minus 12 divided by 16 by 6 by 8 divided by 6. So we get minus 2 by 3. So minus 2 by 3 is the standard form of minus 12 by 18. Okay, so condition നോക്കിക്കേ, ഡിനോമിനേറ്റർ എന്തായി പോസിറ്റീവ് നമ്പർ ആണ്. അതുപോലെ തന്നെ മൈനസ് 2ൻ്റെയും 3ൻ്റെയും കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, സോ ഇവിടെ എന്താണ്, നമ്മളിവിടെ -6 എടുക്കുകയാണെങ്കിൽ എന്താണ് -HCF. നമുക്ക് ഡിനോമിനേറ്ററിൽ ഓൾറെഡി ക്വസ്റ്റ്യനിലെ റാഷണൽ നമ്പേഴ്സിൻ്റെ ഡിനോമിനേറ്റർ ഓൾറെഡി അവർ പോസിറ്റീവാണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് ആൻസറിൽ നമുക്ക് പോസിറ്റീവ് തന്നെ മതി. അതേസമയം ഇവിടെ -18 ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആയിരിക്കണം നമുക്ക് ഡിനോമിനേറ്ററിൽ വരണം. സോ നമ്മൾ എന്ത് ചെയ്യും, -HCF കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് -6ഉം നമ്മളിവിടെ യൂസ് ചെയ്യും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ. -36 by -24. 36 by -24. ഓക്കെ, സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, 36ൻ്റെയും 24ൻ്റെയും HCF ഫൈൻഡ് ചെയ്യുക. സോ HCF is HCF is 12. ഓക്കെ, HCF എത്ര കിട്ടി? 12 കിട്ടി. സോ ഇനി എന്താണ് ചെയ്യേണ്ടത്? തന്നിരിക്കുന്ന റാഷണൽ നമ്പറിൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നോക്കിക്കേ, ഇവിടെ 12 ആണ് കിട്ടിയത്. നമുക്ക് വരേണ്ടത് ക്വസ്റ്റ്യനിൽ എന്താണ്, നെഗറ്റീവ് നമ്പറാണ് ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്നത്. നെഗറ്റീവ് നമ്പർ നമുക്ക് കിട്ടേണ്ടത് എന്താണ്, സ്റ്റാൻഡേർഡ് ഫോമിൽ വരേണ്ടത് പോസിറ്റീവ് ഡിനോമിനേറ്റർ ആയിരിക്കണം. സോ പോസിറ്റീവ് ഡിനോമിനേറ്റർ കിട്ടാൻ വേണ്ടിയിട്ട് -HCF കൊണ്ട് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. So we get -3 by 2. So -3 by 2 is the standard form of 36 by -24. Okay, is it clear? So I hope all of you understand. Then what we have studied in this class? First we have studied the positive and the negative rational numbers. What is positive rational numbers? Both numerator and denominator of the number are the positive integer. Then what is negative rational number? Then in negative rational numbers, numerator is the negative number and the denominator is the positive number. Then we have studied rational numbers in standard form. What is the condition? First, denominator is always positive and 1 is the only common factor between numerator and the denominator. Okay, is it clear? So we will continue the next class. Let's wind up the class. Assalamu alaikum.